യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയേക്കും. നിമിഷയ്ക്ക് മാപ്പ് നൽകാൻ കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിന്റെ കുടുംബം തയ്യാറായെന്ന് മധ്യസ്ഥർ അറിയിച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് യമനിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് നിർണായക പുരോഗതിയുണ്ടായത്. തുടർ നടപടികൾ വൈകാതെയുണ്ടാകുമെന്നാണ് സൂചന. നിമിഷയുടെ മോചനത്തിനായി പരിശ്രമിക്കുന്ന സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പോകും. യമനിൽ നിന്നുള്ള മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വധശിക്ഷ, നിമിഷപ്രിയയുടെ വധശിക്ഷ എന്ന് പറയുന്ന ശിക്ഷ തത്വത്തിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിരിക്കുന്നു. ഈ ഇരയുടെ കുടുംബം അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ഇനി പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ദിയാദനം നൽകിക്കൊണ്ട് നടത്തുന്നത്. അതേസമയം ആ കാര്യത്തിനകത്ത് പൂർണ്ണമായ മോചനമാണോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ജയിൽ ടേം ചെലവിടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വീണ്ടും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭ്യമായ സൂചനകൾ പ്രകാരം വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി അവിടുത്തെ കുടുംബ തത്വത്തിൽ തയ്യാറായിരിക്കുകയാണ്. സ്വാഭാവികമായും ഞങ്ങൾക്ക് തരാൻ സാധിക്കുക നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും മർക്കസും എല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അവിടുത്തെ സൂഫി പണ്ഡിതന്മാരും അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ ഇടപെട്ടുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത്. ഇത് ഔദ്യോഗിക തരത്തിലുള്ള ഒരു ചർച്ചയുടെ ഭാഗമായിട്ടല്ല, സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളല്ല. ഞങ്ങൾക്ക് തരാൻ സാധിക്കുക ഞങ്ങളുടെ നെഗോഷിയേറ്റർമാരിൽ നിന്ന്, ഞങ്ങളുടെ മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ്. ഞങ്ങളുടെ മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തത്വത്തിൽ വധശിക്ഷ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ അവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വെക്കുന്ന നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് പോലെ തന്നെ തലാലിന് നീതി ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ട്. അതിൻ്റെ ഭാരവാഹികളായിരിക്കുന്ന സർഫാൻ എന്നൊക്കെ പറയുന്ന ചില വ്യക്തികൾ, അദ്ദേഹം ഇന്നലെ ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഫേസ്ബുക്കിനകത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അവിടെ നിന്നുള്ള സ്ഥിരീകരണം അനൗദ്യോഗികമായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടത് സ്വാഭാവികമായും നയതന്ത്ര തലത്തിലാണ്. അതിന് സമയമെടുക്കുന്ന പ്രക്രിയയാണ്. കൂടുതൽ ഇക്കാര്യങ്ങൾക്കകത്ത് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പ്രാഥമികമായി ആശ്വാസകരമായ ഒരു വാർത്ത ഞങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തലാലിൻ്റെ സഹോദരൻ്റെ നിലപാടുകൾ അദ്ദേഹം പലതവണ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ മാധ്യമങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാ നിലപാടുകളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഞങ്ങൾ അതിനെ ആദരപൂർവ്വം കാണുന്നു. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ തത്വത്തിൽ കുടുംബത്തെ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ ഈ തീരുമാനങ്ങളെ ബാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്ര സർക്കാർ ഞങ്ങൾ നേരത്തെ കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുമതി ചോദിച്ചിരുന്നു, യാത്രാനുമതി ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം കേന്ദ്ര സർക്കാരിന് കൊടുത്തിരുന്നു, ലിസ്റ്റ് കൊടുത്തിരുന്നു. തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികൾ ആരൊക്കെയാണ്, അത്തരം വിശദാംശങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ ഒരു റെപ്രസെൻറ്റേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒപ്പിട്ടുകൊണ്ട് നേരത്തെ ഞങ്ങൾ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു ഭാരവാഹിയുടെ ഒപ്പുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ ഭാരവാഹിയുടെ കൂടി ഒപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങളത് കഴിഞ്ഞ ശനിയാഴ്ച തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. പക്ഷേ അതിനുശേഷം ഇതുവരെ ഞങ്ങൾക്ക് ഔദ്യോഗികമായൊരു വിവരവും ലഭിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഈ തീരുമാനവും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇനി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഘത്തെ അയക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പോസിറ്റീവായി തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമം നടത്തുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹി അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സംസാരിച്ചത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. സുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. സുമോദ്, ഒരു ഭാഗത്ത് എങ്ങനെയെങ്കിലും മോചനം സാധ്യമാക്കാൻ വധശിക്ഷ റദ്ദാക്കാനുള്ള ശ്രമങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കൗൺസിലും കാന്തപുരവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നയതന്ത്ര തലത്തിൽ എന്ത് നടപടികളാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് വ്യക്തമാകുന്നുമില്ല. ഇപ്പോൾ വിദേശകാര്യ വൃത്തങ്ങൾ പറയുന്നത് ഇത്തരത്തിലുള്ള പുതുതായി വരുന്ന വാർത്തയെക്കുറിച്ച് അറിവില്ല എന്നുള്ളതാണ്. എന്താണ് വ്യക്തമായും അവർ പറയുന്നത്?
ഇപ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം വധശിക്ഷ റദ്ദാക്കി എന്നുള്ള വിവരം തന്നെയാണ്. അത് കാന്തപുരം മുഖേന തന്നെയാണ് ഈ വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ സുഭാഷ് ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുകയാണ്. സുഭാഷ് ചന്ദ്രൻ, ഇപ്പോഴും നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ടാണെങ്കിൽ ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്താണ് നീ പറയുന്നത്? സ്വാഭാവികമായും ഞങ്ങൾക്ക് നൽകാൻ സാധിക്കുന്ന വിവരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീഡിയേറ്റർമാർ വഴി ഞങ്ങൾ കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ലഭിച്ച സൂചനകൾ പ്രകാരം, അവിടുന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ വധശിക്ഷ തത്വത്തിൽ വേണ്ടെന്ന് വെക്കാൻ വേണ്ടി കുടുംബം തയ്യാറായിരിക്കുന്നു. ഇനി ബാക്കി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നിമിഷയെ പൂർണ്ണമായ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തുന്നത്. ദിയാദനം നൽകിക്കൊണ്ട് നിമിഷയെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. അതേസമയം വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് നിമിഷയെ അവിടെ ജയിൽ ശിക്ഷ നൽകണമെന്നുള്ള ചില ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഇനി ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ കുടുംബത്തെ പൂർണ്ണമായും നമുക്ക് നമ്മുടെ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടർ ചർച്ചകൾ ആവശ്യമാണ്. പക്ഷേ വധശിക്ഷ വേണ്ടെന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ഓഫീസിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ സർക്കാർ തലത്തിലുള്ള ഒരു ഔദ്യോഗിക ചർച്ചകളല്ല നടത്തിയിരിക്കുന്നത്. മറിച്ച് അവിടെ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കേരളത്തിൽ, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഒരു തലാൽ ആക്ഷൻ കൗൺസിൽ യമനിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഈ തലാൽ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകളോട് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ, അവരുടെ ദൂതന്മാർ ഇതിനകം തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യത്ത് നടക്കുന്ന ചർച്ചയായതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ഒരു നേരിട്ട് ഇടപെടാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയോ അംബാസഡറോ ആരും പോയി സംസാരിക്കാനോ കാര്യങ്ങൾ ആ തരത്തിൽ ഒരു സാധിക്കില്ല. പക്ഷേ കാന്തപുരം ഇതിനകത്ത് ഇടപെട്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കുന്നവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുമോദ്, ഞാൻ നേരത്തെ ചോദിച്ച കാര്യം, അത് നയതന്ത്ര തലത്തിൽ എന്ത് ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഉണ്ട് എന്നോ ഈ വാർത്ത സ്ഥിരീകരിക്കുന്നതോ ആയ ഒരു ഔദ്യോഗിക വിവരങ്ങളും അവിടെ നിന്ന് ലഭിക്കുന്നില്ലല്ലോ. മറിച്ച് എന്താണ് നയതന്ത്ര തലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നയതന്ത്ര രംഗത്ത് നടക്കുന്നത് ഔദ്യോഗികമായിട്ട് പുറത്ത് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ നമ്മളോട് പറയുന്നത്. കാര്യം, ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു കഴിഞ്ഞപ്പോൾ പോലും ഈ തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾ ഈ വിഷയത്തിൽ ഇടപെടുകാനോ അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ ആ വിദേശത്തേക്ക് പോകുന്നതിന് പോലും ഇവിടെ വിദേശകാര്യ മന്ത്രാലയം അതിന് തയ്യാറായിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതി തന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ ആവശ്യം അംഗീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ യാതൊരുവിധ ഒരു നയതന്ത്ര നീക്കവും ഇക്കാര്യത്തിൽ പുറത്ത് പറയാനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ അനൗദ്യോഗികമായി തന്നെ അവരറിയിക്കുന്നത് ഒരു തരത്തിലുള്ള ചർച്ചകളും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്ന് തന്നെയാണ്.